എല്ലാവർക്കും സൈനാസ് ഫോട്ടോഗ്രാഫി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ രാത്രി സമയത്ത് എന്താ ഒരു വീഡിയോ എന്നല്ല നിങ്ങൾ ആലോചിക്കണേ, വേറെ ഒന്നുമല്ല, നമ്മുടെ ജോയ ബേബിയും എൻ്റെ ഹസ്ബൻഡും അതായത് അമ്മായിമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ മൂപ്പര് അതായത് സർപ്രൈസായിട്ട് വരാമെന്നുള്ള പ്ലാനായിരുന്നു. അതായത് വരുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ ഡേറ്റ് കാര്യങ്ങൾ ടൈം അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു സർപ്രൈസ് നാളെ രാവിലെ വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് എന്ത് ചെയ്തു, അങ്ങോട്ടൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് റിട്ടേൺ പോയി. പക്ഷേ മൂപ്പർക്ക് അറിയാം ഞാൻ എങ്ങനെയും കണ്ടുപിടിക്കുന്നു. അതിനെന്ത് ചെയ്തു, എൻ്റെ അനിയന്മാരുടെ അടുത്ത് പിന്നെ അറിയുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എന്ത് ചെയ്തു, അവൾ ടിക്കറ്റിൻ്റെ കാര്യം ടൈമിങ്ങൊക്കെ ചോദിച്ചാൽ പറയട്ട് തരണം. പക്ഷേ നമുക്ക് എന്ത് ചെയ്തു, സീക്രട്ടായിട്ട് ടൈമും കാര്യങ്ങളും ഏത് എയർപോർട്ടാണെന്നുള്ളതൊക്കെ കിട്ടിട്ടോ. അപ്പോൾ രാത്രി 10:40 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്, ഷാർജ എയർപോർട്ടിലാണ്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മളെ കൊളീഗ്സ് ഉണ്ട്, അവരാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സർപ്രൈസായിട്ട്. കാരണം ഞാൻ എയർപോർട്ടിലേക്ക് വരുന്നത് അവർക്കും അറിയില്ല, ഹസ്ബൻഡിനും അറിയില്ല, ബേബിക്കും അറിയില്ല, ഉമ്മാക്കും അറിയില്ല. അപ്പോൾ കാരണം എന്നാൽ ഷാർജ പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് പോകണ്ടല്ലോ വിചാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് പോയി വെക്കാം, ആ സർപ്രൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. ഇതാണ് ജാബിർ, ഇതാണ് ഷാദിയ, സംസുദ്ദി. ഇവർ നമ്മൾ ഷാർജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പാവോ രാവിലെ ഡ്യൂട്ടിയുണ്ട്, അതിനെ മുടിച്ച് വെച്ച് കൊണ്ടുവന്നതാണ് ഗായ്സ്. ഇനി അവിടെ 11 വരെ നിൽക്കാൻ പറ്റുമോ? ഞാൻ വെറുതെ പറഞ്ഞ. അപ്പം നമ്മളെ സർപ്രൈസ് എങ്ങനെ ഉണ്ടാവും, ലാസ്റ്റ് പൊളിയാവാഞ്ഞാൽ മതി. വേറെ മനസ്സിൽ വണ്ടി വിളിച്ച് വരെ പോകുന്ന ഞാൻ മൂഞ്ചു. അങ്ങനെ തന്നെ ഞാൻ ഷാർജ എയർപോർട്ടിലെത്തിട്ടോ. ഇപ്പോൾ ജോയ്ക്ക് വേണ്ടി വെയിറ്റ് ഈ എയർപോർട്ടിൽ തന്നെ ഈ കാര്യം വരാൻ തോന്നുന്നുണ്ട്. 10:40 ഫ്ലൈറ്റ് പറഞ്ഞത്, 10:50 വെയിറ്റ് ചെയ്ത് ലഗേജൊക്കെ കിട്ടിയായി വരണ്ടേ. പക്ഷേ ലാസ്റ്റ് കൊളാവാഞ്ഞാൽ മതി. ഈ എയർപോർട്ട് പറയണത് ദുബായ് എയർപോർട്ട് പോലെ ഞാൻ ഇവിടെ വടിയായിട്ട് നിൽക്കും. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ച് നേരം. ഞാനിപ്പോൾ എയർപോർട്ട് അറൈവൽ ഒരു സൈഡേ ഉള്ളൂ, ചെറിയ എയർപോർട്ടായതുകൊണ്ട് നമുക്ക് ഈ സൈഡ് കൂടെ വരുള്ളൂ. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ്. പോയി നിന്നിയോ? മമ്മി വാവി കണ്ടിട്ട് മെയിൻ യാത് മൂളിക്ക്. നമ്മളെ ജോയക്കുട്ടി വാവ ഉറങ്ങി, ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. അപ്പോൾ നീ വരും എയർപോർട്ടിൽ നിന്ന് കണ്ടു. ഇമ്മ വളർന്നതാ വാവ എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ട് മെയിൻ ചെയ്യാതെ ഓട്ടോ. പക്ഷേ എൻ്റെ മോള് ഓടി വന്ന് ഉമ്മക്കൊന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഒക്കെ പ്ലാൻ പെട്ടിപ്പോയി. കണ്ടു മമ്മി ടയേർഡായിട്ടിരിക്കുകയാണ്, ഭാവി തമ്മിൽ ഏതായാലും താക്കുടി എത്തി. അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.